ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവരാത് വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗ് ഒരു ഫെസ്റ്റിവൽ ആയിരിക്കും. ഹോളി കാ ദഹൻ അങ്ങനെ പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഇപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. സോ ഈ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഹോളിയുടെ തലേന്നാണ് നടക്കേണ്ടത്. അതായത് 4-ാം തീയതി ഹോളി ആണെങ്കിൽ 3-ാം തീയതിയാണ് നടക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്തോ ഗ്രഹണത്തിൻ്റെ എന്തോ സീൻ കാരണം അത് 2-ാം തീയതി, അതായത് ഒരു ദിവസം മുന്നേ. അപ്പം 2-ാം തീയതിയാണ് ഇത് നമ്മൾ ഇവിടെ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്, ഹോളി കാ ദഹൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീ കത്തിച്ചിട്ട് ഈ തീയിൽ 7 പ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റണം. പിന്നെ ഒരു പൂജയൊക്കെ ഉണ്ട്. അപ്പം എന്തോ ഗംഗാജലമൊക്കെ അതിൽ തളിക്കും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീമൻസിനെ കൊല്ലാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. അതായത് ഇങ്ങനെ തീ കത്തിച്ച് ഇതിനെ ചുറ്റിനും 7 വട്ടം ക്ലോക്ക് വൈസിൽ കറങ്ങി ഗംഗാജലമൊക്കെ തളിച്ചിട്ട് അതിൻ്റെ ആശ എടുത്തിട്ട് പോകും. തീ കത്തി കഴിയുമ്പോൾ ആശ എടുത്തിട്ട് പോയിട്ട് അത് കുറിയായിട്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡീമൻസിലൊക്കെ നിന്ന് രക്ഷ ഇവിടുത്തെ ഒരു വിശ്വാസം. പിന്നെ ഈ ഹോളിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ രാക്ഷസിയാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് കത്തിക്കണമെന്നാണ് വിശ്വാസം. ഹോളിക്ക, അതാണ് ഈ ഹോളിക്ക ദഹൻ എന്ന് പറയുന്നത്. അപ്പം ദഹിപ്പിക്കുക, ഹോളിക്കയെ ദഹിപ്പിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഈ ഹോളിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിരണ്യകശിപുവിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഈ ഹോളിക്കയാണ് ദഹിപ്പിക്കുന്നത്, അങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസം. ഓക്കെ, നമുക്ക് പൂജ തുടങ്ങാറായി. പെട്ടെന്ന് പോകുന്നു, സാധനങ്ങളൊക്കെ എടുക്കണം. നൈറ്റ് ഷിഫ്റ്റാണ്. എനിക്ക് ഈ രാവിലത്തെ ജോലി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ നൈറ്റ് ആയപ്പോൾ എടുക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ജനക്കൂട്ടം ഭയങ്കര ജനക്കൂട്ടമാണ്. ഇതിൻ്റെ ഇടയിലാണ് സാധനം കത്തിക്കാൻ പോകുന്നത്. സംഭവം ഇത് ഞങ്ങളുടെ കമ്പനിയുടെ അകത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മൾ തീയിട്ട് കത്തിക്കുന്നത്. നമുക്ക് അടുത്ത വിശേഷം തീയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഫൈനലി വി ആർ ഹിയർ. ഇവിടെ കഴിക്കാനൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ വന്നത് എന്തായാലും കാര്യമായി. ഫുഡൊക്കെ ഉണ്ട്. മലരും പിന്നെ എന്തോ വെള്ള കളറുള്ള ഇതും ചീത്തപ്പഴമൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ വേണ്ട ഈ സെന്ററിലാണ് ഗൈസ് തീ എത്തിക്കാൻ പോകുന്നത്. ഇവിടെ ഭയങ്കര ആൾക്കൂട്ടമാണ്. ഫയർഫോഴ്സൊക്കെ ഉണ്ട്. ഫയർഫോഴ്സിന്റെ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ. എന്തേലൊക്കെ നടക്കും. ഗൈസ്, കത്തിയിരിക്കുന്നു. കത്തി ഇനിയിപ്പോ ദൈവത്തിനെ വിളിക്കുന്ന പരിപാടിയാണ് അടുത്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്. തീ കത്തിച്ചിട്ട് 7 വട്ടം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നടക്കണം. പിന്നെ ഗംഗാജലം ഇതിൽ തളിക്കണം. ഇതൊക്കെയാണ് പരിപാടി. കത്തി ഗൈസ്, എല്ലാവരും നടന്നു തുടങ്ങി. എനിക്ക് നടക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ കയ്യിൽ മറ്റേ ഒരു വ്രതം കണ്ടൊക്കെ എടുത്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ആചാരത്തെ എനിക്ക് അത് ആക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. പിന്നെ ഗംഗാജലമൊക്കെ ഇതിൽ തളിക്കുന്നുണ്ട് ഗൈസ്. 7 വട്ടം ചുറ്റി വരണം, ഗംഗാജലം തളിക്കണം, തീ കത്തുന്നവരെ ഇവിടെ നിൽക്കണം. കത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ആശ എടുക്കണം, എന്നിട്ട് നെറ്റിയിൽ തൊടണം. തണുത്തിട്ട് തൊട്ടാൽ മതി എന്നാണ് തോന്നുന്നത്. അതോ ഇനി ചൂടോടെ തൊടുവോ എന്തോ. ചൂടൊക്കെ തൊട്ടാൽ അല്പമാവും. നോക്കാം നമുക്ക്. ഇതിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാ. ഇവരൊക്കെ എങ്ങനെയാണോ എന്തോ 7 വട്ടം കറങ്ങി വരുന്നത്. ഞാൻ ഇത്രയും ഡിസ്റ്റൻസിൽ തിന്നിട്ട് പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ പൂജാരി എന്തോ കാര്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. അതെ, പുള്ളി അതിൻ്റെ അത്രയും അടുത്ത് പോയിക്കുന്നു. ഇവിടെ നിന്നിട്ട് തന്നെ എനിക്ക് പറ്റുന്നത്. ഗൈസ്, ഇപ്പം ഇത് ഫുള്ള് കത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് സമ കളറായത്. കണ്ട, ചൂട് കൂടി. അപ്പം ആൾക്ക് വട്ടം വലുതായി. നേരത്തെ എൻ്റെ അടുത്തൂടെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം നല്ല വട്ടമായി. സംഭവം എന്തോ മന്ത്രമൊക്കെ പറയണം. പിന്നെ 7 വട്ടം നടക്കണം. ഗൈസ്, പിന്നൊരു സംഭവം ഉണ്ട്. മറ്റേ ഇതുണ്ടല്ലോ, കഴിക്കാൻ തന്ന സാധനം നമ്മൾ ഇതിലിടണം. മറ്റേ മലര് തരും നമുക്ക്. മലരും എന്താ മധുരമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതാണ് പ്രസാദം. അപ്പം
നമ്മളിങ്ങനെ 7 വട്ടം കറങ്ങുമ്പോൾ ഇതിന് കുറേശ്ശെ നമ്മൾ ആ അഗ്നിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതാണ് ഈ തറയിലൊക്കെ ഇങ്ങനെ വെള്ള കളറിൽ കിടക്കുന്നത്. അവരിങ്ങനെ ഓരോ വട്ടം കറങ്ങുന്നു, എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നു, ഇതിങ്ങനെ ഇടുന്നു. കണ്ടിട്ട് നമുക്ക് ഒരു വട്ടം നടന്നു നോക്കാം. സീനൊന്നും കാണാനില്ല. പക്ഷെ സംഭവം എന്തോ മന്ത്രങ്ങളൊക്കെ പറയണം, എനിക്കൊന്നും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. എന്റെ ദൈവമേ, ഇതൊരു ചൂടാ. ഒരു സൈഡ്, എന്റെ മുഖത്തിന്റെ ഒരു സൈഡ് ഫുള്ള് അൽഫാമായി. കൊച്ചു പിള്ളേരൊക്കെ ഇതിന്റെ കൂടെ നടക്കുന്നത് എങ്ങനെയാണോ എന്തോ. ഒരു വട്ടം നടന്നപ്പം തന്നെ എന്റെ സൈഡ് വിന്ററിലെങ്ങാണ് ആഘോഷിക്കുന്നതായിരിക്കും ഗൈസ് നല്ലത്. വിന്ററിലാണെങ്കിൽ ഇത്ര സീനില്ല. 7 റൗണ്ട് കഴിഞ്ഞവരാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഇത് കത്തിക്കഴിഞ്ഞു ഗൈസ്. ഇനി ഇതിൻ്റെ ആശ എടുക്കുന്നവരെ ഇവിടെ നിൽക്കണം. തേങ്ങയൊക്കെ ഇടുന്നുണ്ട്, തേങ്ങയുണ്ട്, എന്തോ ശർക്കര, പിന്നെ മലര്, പൊരി, ഈത്തപ്പഴം, അങ്ങനെ എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഈ സംഭവമൊക്കെ ഭയങ്കര സേഫ്റ്റിയാണ്. നമ്മൾ ഇവിടെ മറ്റേ ഇത് ഫെസ്റ്റിവൽ നടത്തുന്നു. നമുക്ക് വേണ്ടി ഇവിടെ ഫയർഫോഴ്സ് വണ്ടിയുണ്ട്, പിന്നെ ഓടാൻ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്. എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ ഓടി തള്ളാം, ഒന്നും കൊണ്ടും പേടിക്കാനില്ല. വിശാലമായ ഗ്രൗണ്ടാണ്. സോ നമുക്ക് നന്നായിട്ട് ഓടാൻ പറ്റും ഗൈസ്. ഇത് ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവിടെ മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗ്യം നോക്കണേ ഗൈസ്, കണ്ടോ, നമ്മുടെ ഒരു ഭാഗ്യം തന്നെ. മഞ്ഞൊക്കെ വീഴും ഇവിടെ തീ എത്തിച്ചു. നമുക്ക് അധികം ചൂടൊക്കെ ആകുമ്പോൾ നമുക്ക് മഞ്ഞൊക്കെ ഇടാൻ പറ്റും. അതിനുള്ള ഓപ്ഷനൊക്കെ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, സംഭവം കത്തിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് ഇട്ട തേങ്ങയും ഷുഗർ മറ്റേ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടല്ലോ, സ്വീറ്റ് പൊട്ടാറ്റോസ്, ഗ്രൗണ്ട് നോട്ട് ഉണ്ട്. സാധനം കിട്ടി. അങ്ങനെ തീക്കകത്ത് എന്തൊക്കെ ഇട്ടോ അതൊക്കെ പ്രസാദമാണ്. അതൊക്കെ എടുത്തിട്ട് ഇനി ഇവർ കഴിക്കും. പിന്നെ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആശ എടുത്ത് വെള്ളത്തിൽ കലക്കി എന്നിട്ട് നാളെ ഇത് നെറ്റിയിൽ തൊടും. അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. നടക്കുന്നു തോന്നുന്നില്ല, ബട്ട് വെയിറ്റ് ആൻഡ് സീ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. തീയിലിട്ടതാണ്. പൊട്ടിച്ചെടുത്തിട്ട് കഴിക്കുക. ഫ്രഷ് പുതിയ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നെല്ലാണെന്ന് തോന്നുന്നു, നെൽക്കതിരോ അങ്ങനത്തെ എന്തോ ഒരു സാധനമൊക്കെ നല്ല കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. തലവറ തിരട്ടുമേ. പുള്ളിയാണ് കഴിച്ച് ഇവിടെ എല്ലാവർക്കും തേങ്ങ എടുത്ത് കൊടുക്കുന്നത്. പുള്ളിയുടെ അത്ര സ്നേഹം വേറെ ആർക്കും ഇല്ല. ആരൊക്കെ വിട്ട തേങ്ങ പുള്ളി എടുക്കുന്നു, പുള്ളി കഴിക്കുന്നു. It's too hot and dangerous. എപ്പോഴാണ് കഴിച്ച് കണ്ടത്? ഇത് വെറൈറ്റീസ് ആണ്. ഇതുവരെ ആരും തീയിലിട്ടില്ല. ഇവരാണ് ആദ്യം ഇത് ഇടാൻ പോകുന്നതാണോ കത്തിക്കാൻ പോകുന്നതാണെന്ന് അറിയത്തില്ല. പക്ഷേ
ഇവരാണ് ആദ്യം ഈ സാധനം ഇവിടെ ഇറക്കുന്നത്. ട്രെൻഡ് സെറ്റർ ഇവരാണ്. ഇത്ര ഈ തീയുടെ ഇടയിലും ഇതിൻ്റെ ഇടയിൽ ഹോളി ആഘോഷിക്കുന്ന ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ. പൊടി തേക്കാൻ വേണ്ടി ഓടിക്കുന്നുണ്ട്, പുറകെ ഓടി നടന്ന് പൊടി തേക്കുന്നു. ഈ ഓടി നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇതിൻ്റെ അകത്തോട്ടൊക്കെ വീണുള്ള അവസ്ഥയായി. ഈ ശുണ്ണിപ്പിള്ളേരാണ് ഗൈസ് ഹോളി മെയിനായിട്ട് ഇതിൻ്റെ ഇടയിൽ ആഘോഷിക്കുന്നത്. കണ്ടോ, പൊടി കിട്ടാത്തതുകൊണ്ട് തൻ്റെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ കണ്ട ചെറുക്കൻ്റെ കൈയ്യുന്നു. കഴിവുകൾ ഏറെയുള്ളവൻ. ഇത് കത്തിത്തീരാൻ കുറേ ടൈം എടുക്കും. ഇവന്മാരിത് കത്തിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ആശെടുത്ത് ഇതൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു സമയമാവും. നമുക്ക് അത്രയ്ക്കുള്ള ടൈമില്ല. എനിക്ക് 10 മണിക്ക് ഓഫീസിൽ പോകണം. ഇപ്പം തന്നെ 9:30 ഇനിയിപ്പോൾ കുളിച്ച് റെഡിയായിട്ട് പോകണം. സോ നമുക്ക് കഴിക്കാനുള്ളത് കഴിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞാലും മലര്, അവില്, പൊരി അതൊക്കെയാണ്. അപ്പോൾ തീർന്നെന്ന ദൈവമേ തീർന്നു. ഇല്ല. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഫൈനലി സാധനം എടുക്കാൻ വന്നിട്ടുണ്ട്. മെയിൻ ഐറ്റം തീർന്നു ഗൈസ്. ഈത്തപ്പഴമൊക്കെ തീർന്നു ഗൈസ്. ഇവരൊക്കെയാണ് ഇവിടുത്തെ ഗാർഡ്സ്. സാധനം ഞാൻ വിചാരിച്ച പോലെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എല്ലാവരും മലരിനും പൊരിക്കൊക്കെ എന്തോ ടേസ്റ്റ് വരാനാ. പിന്നെ തോടുള്ള കപ്പലണ്ടി ഉണ്ട്, നമ്മൾ തോട് പൊട്ടിച്ച് വേണം കഴിക്കാൻ. ഓക്കെ, ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഹോളിയുടെ ഒരു വീഡിയോ വരും. ഹോളി 4-ാം തീയതിയാണ്. അപ്പോൾ 4-ാം തീയതി വരെ കാത്തിരിക്കുക. ഓക്കെ, ബൈ, സീ.